പഠിക്കുന്ന ആളുകൾ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്തൊക്കെയാണ്? ഓവർ ട്രേഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ മണി മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത്. ഓവർ ട്രേഡ് മണി മാനേജ്മെന്റ് ആണ് ആക്ച്വലി ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അതല്ലാതെ ട്രേഡിങ്ങിന് ഒരു സെപ്പറേറ്റ് സൈക്കോളജി സിസ്റ്റം അല്ലെങ്കിൽ നമുക്കൊരു മൈൻഡ് സെറ്റ് അതൊന്നുമില്ല. അപ്പം നമ്മളൊരു ഒരു ഒരു സിസ്റ്റം പ്രകാരം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളതിൽ ലാഭം ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മൾ പുട്ട് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ലോസാണ്. അതിൽ നിന്ന് പ്രൊഡക്റ്റിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന പൈസയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ട്രേഡിങ്ങിലും ഇതേപോലെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യാനുള്ളൊരു ഒരു കാര്യം ഇല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാൻ തുടങ്ങും. അതായത് ഓവർ ട്രേഡിങ്, ലോസ് കൂടുതലായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും, പിന്നെ അതേപോലെ ട്രേഡുകളുടെ എണ്ണം കൂടുതലായിരിക്കും, കാണുന്ന ട്രേഡുകളെല്ലാം എടുക്കും. അപ്പം ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലായ്മയിലൂടെയാണ് ഈ കണ്ടീഷനുകളെല്ലാം ഉണ്ടാവുന്നത്. അതായത് ട്രേഡിങ്ങിന് ആകെ ഒരു സൈക്കോളജി ഉള്ളൂ, മണി മാനേജ്മെൻറ്റ് എങ്ങനെ പ്രോപ്പർലി ഡീൽ ചെയ്യുക എന്നുള്ളത്. ആ മണി മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടോട്ടൽ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആവും. അപ്പം നമ്മൾ എപ്പോഴും കാണുന്നൊരു പ്രോബ്ലം നമ്മളെപ്പോഴും ട്രേഡിങ്ങിൽ കാണുന്നത് ഒരു റോങ് കൈൻഡ് ഓഫ് അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മണി മാനേജ്മെൻ്റ് ആണ് ഒരാളുടെ മാനസിക നില എന്നെ സ്റ്റേബിൾ ആക്കാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് വഴി. പക്ഷേ നമ്മൾ എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക? ട്രേഡിൻ്റെ സ്ട്രാറ്റജികൾ അടിപൊളിയാക്കുക എന്നുള്ളിടത്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ട്രേഡിൻ്റെ സ്ട്രാറ്റജികൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്, മണി മാനേജ്മെൻറ്റ് സ്റ്റിൽ ദെയർ. അപ്പോൾ അയാൾ ഫെയിൽ ആവാൻ തുടങ്ങും. അപ്പോൾ ആക്ച്വലി എന്താണ്, നമ്മൾ ദ റൈറ്റ് വേ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മണി മാനേജ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഒരാളുടെ സൈക്കോളജി സ്ട്രെങ്തൻ ആക്കാൻ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു കോമൺലി എല്ലാവരും കണ്ടുവരുന്നത് ഇതേപോലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അതിനെ വിളിക്കാൻ പാടില്ല, മണി മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആണ്. മണി മാനേജ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ അതിനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു 90% ആളുകളിലും കണ്ടുവരുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയാണ്.